എൻ്റെ പേര് കിഷോർ നെയ്യൻ. ഇന്നത്തെ എൻ്റെ വിഷയം ദേവാലയം. ദേവാലയം മനുഷ്യ ശരീരത്തിന് പ്രതീകാത്മകമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുക്കളുടെ അമ്പലമായാലും ക്രിസ്ത്യാനികളുടെ പള്ളിയായാലും എല്ലാം മനുഷ്യ ശരീരത്തിന് പ്രതീകാത്മകമായിട്ടാണ്. പക്ഷേ ഞാനിത് പുരോഹിതന്മാർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ശരിക്കും കത്തിയിരുന്നില്ല. ഇതെന്തൊക്കെ സംഭവം എന്ന് കത്തിയിരുന്നില്ല. പക്ഷേ 2004 കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് 2004 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സംഭവം ശരിക്കും കത്തുന്നത്. അപ്പോൾ അതായത് എന്താണ് ഇത്? അപ്പോൾ മനുഷ്യ ശരീരത്തിനെ നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിനെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ മായയാണ്, സത്യമല്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ അളവിൽ, വലിയ ഇതില്ല, ചെറിയൊരു ശതമാനമുള്ള ചെറിയൊരു ശതമാനം, 10% പറയാം, 10 അതിലും താഴെ 3% പറയും. ഇതും മായ കൊണ്ടാണ് നമ്മുടെ ശരീരം ഇത് ചെയ്യുന്നത്. എന്താണ് ഈ മായ? അവിദ്യ, അത് കഴിഞ്ഞ് തെറ്റായ അറിവ്. അതുകൊണ്ടാണ് പുരോഹിതൻ റോങ് നോളജ് ജനങ്ങളിലേക്ക് ഇത് ചെയ്തിട്ടാണ് ഒരു ദേവാലയം പ്രവർത്തനക്ഷമമാക്കുന്നത്. ദേവാലയം എങ്ങനെ പ്രവർത്തനക്ഷമമാക്കുന്നത്? സത്യമായ ഒരു കാര്യം പറഞ്ഞാൽ ഒരു മനുഷ്യനും ദേവാലയത്തിൽ വരില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും ഈ ദേവാലയം ചെയ്യുന്നവരോട് ധരിപ്പിക്കണം. അപ്പോൾ ഈശ്വരൻ ഇവിടെയാണ്, ഏത് ദേവാലയത്തിലാണ്. അത് എന്തിനെ പ്രതീകാത്മകമായിട്ട് ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന് പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. അപ്പം അതാണ് ദേവാലയം. ഈ മനുഷ്യ ശരീരമാണ് യഥാർത്ഥം. അത് പറയുന്നില്ല. അത് പറയുന്നതിന് പകരം ഇവിടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കൂ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിഫലം നേടുക. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമോ? പക്ഷേ ഇല്ല, ശരിക്കും അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിലും അവിടെ ദേവാലയത്തിൻ്റെ സിസ്റ്റമിക് രീതി, അതിൻ്റെ പിറന്നാളുകൾ, അവൻ്റെ കലാപരമായ കാര്യങ്ങൾ എല്ലാം പ്രവർത്തനക്ഷമമാവും. കാരണം വ്യവഹാരിക ലോകം സൃഷ്ടിക്കുക. അപ്പം അങ്ങനെ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, മനുഷ്യനിൽ ദൈവം ഉള്ളിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും പള്ളിയിൽ വരുമോ? അമ്പലത്തിൽ പോവോ? ഇല്ല. അവിടെ കാശ് കൊണ്ടിടുമോ? ഇല്ല. അപ്പം ഇവിടെ ഇവിടെ സമൂഹത്തിൽ പണമുള്ളവരും ഈ പണമില്ലാത്തവരും തമ്മിലൊരു അൺബാലൻസ് ഉണ്ട്. അത് അധികമുള്ള ആൾക്കാർ ദേവാലയത്തിൽ കൊണ്ടുവിടും. അവരുടെ വിഷമങ്ങളും ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ കൊണ്ടുവിടും. അപ്പോൾ ഇത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അത് പുരോഹിതനും ബാക്കിയുള്ളവർക്കൊക്കെ പങ്കിട്ട്, അപ്പോൾ പാവട്ടവനാണെങ്കിൽ പാവട്ടവന് കൊടുക്കാം ഈ ധനം. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദേവാലയം ഇത് ചെയ്യുന്നത്. അപ്പോൾ പാവട്ട ആൾക്കാർക്ക് ഉപയോഗപ്പെടുത്താം, പാവങ്ങൾക്ക് ഭക്ഷണം, അങ്ങനെ ഓരോ നല്ല ഇത്. അപ്പോൾ അതിന് ആ രീതിയിലാണ് പോകേണ്ടത്, പക്ഷെ ശരിയായ രീതിയിൽ. പക്ഷെ ധാർമ്മികമായി ചിലപ്പോൾ പുരോഹിതന്മാർ അവരുടെ കീശ വീർപ്പിക്കാൻ നോക്കും. വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ജനങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അത് രാഷ്ട്രീയമായാലും അങ്ങനെ തന്നെ. അതാണ് യേശു ഇതിൽ പറയുന്നത്, ദേവാലയത്തിനുള്ളത് ദേവാലയത്തിനും രാജ്യത്തിനുള്ളത് രാജ്യത്തിനും കൊടുക്കാം. അപ്പോൾ രാജ്യത്തിന് ടാക്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കണ്ടാലറിയാം, ടാക്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഭരണം കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ നല്ലവരല്ലെങ്കിൽ അവർ കൊള്ള നടത്തും, നമ്മളുടെ നിന്ന് പിടിച്ചു പറി നടത്തും. നമുക്കൊന്നും മിണ്ടാനും പറ്റില്ല. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ തന്നെ വിഡ്ഢികളാണ് എന്ന പോലെയാണ് ഇപ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ വളരെ അപൂർവമായി ചില ധാർമ്മികമായ ആൾക്കാർ ദേവാലയത്തിലും ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അപ്പം എന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ ദേവാലയത്തിനെ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ അവിദ്യ കൊണ്ടുവരണം. അവിദ്യ കൊണ്ടുവന്നിട്ട് എന്താ, തെറ്റായ നോളജാണ്. പക്ഷെ സിസ്റ്റം, അത് ദേവാലയത്തിൻ്റെ ഇതുണ്ടല്ലോ, അത് വർക്കൗട്ടാവും.
അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? യൂറോപ്പിലെ പള്ളികൾക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് മനസ്സിലായി ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. ഇത് ദേവാലയത്തിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതെന്ന് അവർക്ക് ബോധ്യമായി. അവർ എന്ത് ചെയ്തു? അമ്പലങ്ങളും പള്ളികളും ഉപേക്ഷിച്ച് അവിടെ കാശിന് വരുമാനം ഇല്ലാണ്ടായപ്പോൾ പുരോഹിതനും അവിടുന്ന് സ്ഥലം കാര്യമാക്കി. അപ്പോൾ അവിടെ യൂറോപ്പിലെ പള്ളികൾ മദ്യശാലകളായി മാറി. മനസ്സിലായി? ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. മനുഷ്യ ശരീരം അവിദ്യ കൊണ്ടാണ്. ജ്ഞാനം കൊണ്ട് എന്ത് സംഭവിക്കും? ജ്ഞാനം വന്നാൽ മനുഷ്യ ശരീരത്തിന് എന്താണ് സംഭവിക്കുക? ജ്ഞാനം വന്നാൽ അവന് വെളിവ് വരും. വെളിവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങൾ ക്ഷയിക്കും. ദുഃഖം, സങ്കടം ഇതൊന്നും അവന് ബാധിക്കില്ല. അവന് കാരണം വെച്ചാൽ അവനക്ക് അറിയാൻ തോന്നില്ല. അവൻ്റെ ഈ ഇന്ദ്രിയങ്ങൾ എന്തിനാ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചാൽ ശരീരത്തിൽ. ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ കരയാൻ, ദുഃഖം, സങ്കടം ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ഈ സാധനങ്ങൾ വർക്കാവണം. അപ്പോൾ ഈ വർക്കിങ് ശരീരത്തിൽ നടന്നില്ലെങ്കിൽ ശരീരം തകരും. മനസ്സിലായി? വേറെ എന്തെങ്കിലും രോഗാവസ്ഥയിലേക്ക് മനുഷ്യ ശരീരം ബാധിക്കപ്പെട്ട് പെട്ടെന്ന് മരണം സംഭവിക്കും. മനസ്സിലായി? അപ്പോൾ ഇത് തകരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ നോളജ് വരുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ട് നമ്മുടെ ലൈഫ് ടൈം തന്നെ കുറഞ്ഞു പോകാനും സാധ്യത. അതുപോലെ തന്നെ തലമുറകളിലായിട്ട് ഇങ്ങനെ നോളജ് വന്നു കഴിഞ്ഞാൽ 3-4 തലമുറകൾക്ക് മനുഷ്യൻ ഇല്ലാണ്ടാവും. അപ്പോൾ മനുഷ്യൻ തന്നെ ഇല്ലാണ്ടാവുന്ന അവസ്ഥ. അപ്പോൾ വേദങ്ങൾ പറയുന്നുണ്ട് ഈ ഗോതമ്പ് മണി ജ്ഞാനാഗ്നിയിൽ വെന്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മുളക്കില്ല എന്ന്. അപ്പോൾ അത് ഇവിടെ ഏകദേശം ശരിയാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മനുഷ്യ ശരീരം നോളജിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറേഷൻ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാത്ത കാരണം മനുഷ്യൻ തന്നെ അവസ്ഥ ഇല്ലാണ്ടായി ശരീരം തന്നെ മോഷണം. ആത്മാവിൻ്റെ മോഷമല്ല, ആത്മാവ് ഇതായിട്ട് ബന്ധമില്ല, ശരീരത്തിൻ്റെ മോഷണം സംഭവിക്കും. അപ്പോൾ മനുഷ്യനെന്ന അവസ്ഥ ഇല്ലാണ്ടാവും ഇവിടെ. അപ്പം മനുഷ്യ ശരീരം എന്നത് മോഷണം പ്രാപിക്കും. ഇപ്പോൾ ഇപ്പോൾ യൂറോപ്പിലെ പള്ളികളൊക്കെ മോഷണം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ പള്ളികളൊക്കെ ഡെഡായി. മനസ്സിലായി? പള്ളികൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയം അവിടെ ഇല്ലാണ്ടായി എന്ന കൺസെപ്റ്റിലാണ് കാണുന്നത്. അപ്പോൾ പലർക്കും ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിന്റുകൾ വരുന്നത്. അപ്പോഴാണ് നമുക്ക് ക്ലിക്കാവുള്ളൂ. ഇത് ഞാൻ 2004 ശരിക്കും ക്ലിക്കായത്. ഇതെന്തായിട്ട് ഈ പറയണത്. അപ്പോൾ നമുക്ക് എന്നാലും ചെറിയൊരു ഇതുണ്ട് മനസ്സിൽ, അങ്ങനെ കണക്ഷൻ ചെയ്യാനുണ്ട്. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ അതിലുള്ള ഹിന്ദു ഫിലോസഫി കൂടുതൽ ഞാൻ അധികം അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഏകദേശം പിടികിട്ടി. 2004 എനിക്ക് ഏകദേശം ഉറപ്പായി അത് ഇങ്ങനെ തന്നെയാണ് ഉള്ള കാര്യം സ്ഥിരീകരിച്ച്. അപ്പോൾ കൂടുതൽ നോളജ് വരും. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. മനസ്സിലായി? അപ്പോൾ നോളജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ നാശമാണ് സംഭവിക്കുന്നത്. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സുഖം കിട്ടുന്നു. മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖം, സങ്കടം ഇതിൽ നിന്ന് ഒരു മോചനമാണ്. അതാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് ദുഃഖം, സങ്കടത്തിൽ നിന്ന് മോചനം, അതാണ് ആ മോക്ഷത്തിനെ പറ്റിയാണ് അവർ ഇത് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലായി? അപ്പോൾ ആ മോക്ഷം നമ്മുടെ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള മോക്ഷമാണ്. മരണാന്തര മോക്ഷം അങ്ങനെയൊന്നുമില്ല. അത് ഗീത തന്നെ പറയുന്നുണ്ട്. മരണാന്തര മോക്ഷം അങ്ങനെ ഒന്നുമില്ല. എല്ലാ സൂക്ഷ്മ അണുപോലും കർമ്മത്തിൽ നിന്ന് മോചനമില്ല. കർമ്മത്തിൻ്റെ ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ അവർക്ക് കർമ്മത്തിന് മോചനം ഇല്ലെങ്കിൽ നമുക്ക് മോചനമുണ്ടോ? ഇല്ല. അപ്പോൾ ജന്മാന്തരങ്ങളായിട്ട് നമ്മുടെ ഈ പ്രപഞ്ച സൈക്കിളിനെ തുടർന്ന് ചലിച്ചുകൊണ്ടിരിക്കും. അതിലെ ജന്മങ്ങൾ ആയിട്ട് നമ്മൾ ദുഃഖവും സങ്കടവും സഹിച്ച് ജീവിക്കുക. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ. മനസ്സിലായി? ഓക്കെ.